ഈ കാര്യത്തിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെക്കുറിച്ച് അതൊക്കെ ഓർക്കുന്ന ആളുകളുണ്ടാകും. പക്ഷേ അതിന് മുൻപ് വി എസ് അച്യുതാനന്ദൻ ദീർഘനാൾ ഏതാണ്ട് 9 വർഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. ആ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസിൽ നിന്ന് വലിയ മാറ്റമൊന്നും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു സമരഭടൻ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിൽ ഒരു അനീതി ഉണ്ട് എന്ന് തോന്നിയാൽ അതിനെ ഫൈറ്റ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൈ തെറുത്ത് കയറ്റുക എന്ന് പറയുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേഷം ശ്രദ്ധിച്ചാൽ അറിയാം, ജുബയുടെ കൈ വളരെ ചെറുതായിട്ട് ഈ കൈമുട്ടിന് മുകളിലേക്ക് തെറുത്തു വെച്ച രീതിയിൽ, അത് എപ്പോഴും ഒരു സമരഭടൻ്റെ ശരീരഭാഷ നൽകുന്ന രീതിയിൽ അത്തരം ഒരു രീതിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുമുണ്ടായിരുന്നു. അപ്പോൾ സർക്കാരിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പോലും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ ഫൈറ്റ് ചെയ്ത് പോകുന്ന ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ. വി എസ് അച്യുതാനന്ദൻ കേരളത്തെ 5 വർഷം കൊണ്ട് വലിയ രീതിയിൽ വമ്പൻ പുരോഗതിയിലേക്ക് എത്തിച്ചു എന്നൊന്നും ആരും അവകാശപ്പെടില്ല. ഒരു പക്ഷേ വി എസ് അച്യുതാനന്ദൻ പോലും അവകാശപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. പാർട്ടി പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകാത്തതിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടീം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ അഭിലാഷങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ച് നീങ്ങുന്ന ഒരു ടീം ആയിരുന്നില്ല പലപ്പോഴും. അത്തരത്തിലുള്ള പല പ്രതിബന്ധങ്ങളെയും മറികടന്നാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ 5 വർഷം പൂർത്തിയാക്കിയത്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, അത് പെട്ടെന്ന് പറയാം. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, CPM സർക്കാർ അധികാരത്തിലിരുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വളരെ ചെറിയ ഒരു മാർജിന് മാത്രം ഭരണം നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യം വി എസ് അച്യുതാനന്ദൻ്റെ കാലത്താണ് ഉണ്ടായത്. അത് വി എസ് അച്യുതാനന്ദനെ കുറിച്ച് ആളുകൾക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ, വി എസ് അച്യുതാനന്ദൻ നൽകിയ വാഗ്ദാനം, അദ്ദേഹത്തിന് ജനങ്ങളിലുണ്ടായിരുന്ന വിശ്വാസം അവർ തിരിച്ചു നൽകിയതാണ് 2011 തെരഞ്ഞെടുപ്പിൽ കണ്ടത്.